ഹലോ എവ്രി വൺ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അവയർനെസ് വീഡിയോ ആണ് കേട്ടോ. നമ്മളെല്ലാവരും മൊബൈൽ ടെക്നീഷ്യൻസ് ആണ്. നമ്മൾ കൂടുതൽ സമയം ഒരേ ലൊക്കേഷനിൽ ഒരേ പൊസിഷനിൽ ഇരുന്നിട്ട് റിപ്പയർ ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഇരുത്തത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ ഒരു പൊസിഷന് ഈ ഒരു പൊസിഷനാണ്. അതായത് കൂടുതൽ ഈ ഒരു തല കൂടുതൽ വളയാണ്ട് അടുപ്പിച്ച് തന്നിട്ടില്ല ഈ ഒരു രീതിയിലാണ് ഞാൻ റിപ്പയർ ചെയ്യാറ്. മുമ്പ് ഞാൻ റിപ്പയർ ചെയ്യുന്നത് ഏകദേശം ഈ ഒരു പൊസിഷനിലായിരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ നമ്മളെ ബാക്കിൽ പെയിന് വരിക, സ്ട്രെസ് വരിക, ഇങ്ങനത്തെ പ്രശ്നം, തലവേദന, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ പൊസിഷന് കുറച്ച് സൂമിങ് ഒക്കെ ഒന്ന് മേലക്കാക്കിയിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് മാറിയത്. ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആരോഗ്യപരമായിട്ടുള്ള കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാലും നമ്മളിപ്പോൾ ഇന്നുള്ളത് അബാദാണ്. എൻ്റെ സുഹൃത്ത് തന്നെയാണ് അബാദ്. അബാദിന് ഈയിടെ ഇവിടെ ഒരു പെഡലിക്ക് ഒരു പെയിന് വന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഷോൾഡറിലൊരു പെയിന് വന്നിട്ട് ഡോക്ടറെ കാണിക്കണ്ടായി. അപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരേ പൊസിഷനിൽ നമ്മളിങ്ങനെ തല ഇങ്ങനെ മണിക്കൂറുകളോളം ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അവിടെ വന്ന് എന്താണ് അബാദാണ് പറയാൻ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ മസിൽ വലിയും, അതിൻ്റെ ഇടയിൽ നരമ്പ് എല്ലിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിപ്പോയിട്ട് നമ്മളെ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ആവും. പിന്നെ പെയിന്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പെയിന് വരും. നല്ല പെയിൻ ഉണ്ടോ? നല്ല പെയിൻ. തലതാ ഈ റൊട്ടേഷനും പറ്റൂല, ഒന്നും പറ്റൂല. പക്ഷെ നമുക്ക് ഇത് സിംറ്റംസും കാര്യങ്ങളൊന്നും മുമ്പ് ഉണ്ടായിട്ടില്ല. ഡയറക്റ്റ് വരും. ഡയറക്റ്റ് പെയിൻ വന്നിട്ട് പിന്നെ തീരെ കഴിയാണ്ടായപ്പോ ഡോക്ടറെ കാണിച്ചിട്ടുള്ളതാണ്. നരമ്പ് എല്ലിന്റെ അടിയില്ലേ, എല്ലിന്റെ അടിയിലേക്ക് നരമ്പ് പോയിട്ടില്ലൊരു പ്രശ്നമാണ് അപ്പൊ അതിനുണ്ടായത്. പക്ഷെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും അൽഷിഫിന്ന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ ഏറെക്കുറെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതി നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കൂടുതൽ സമയം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് കൂടുതൽ പഠിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഞാനൊരു വീഡിയോ ചെയ്യും. അപ്പോൾ മാക്സിമം തല താഴ്ത്തി ഒരേ പൊസിഷനിൽ ഇരിക്കാതിരിക്കുക. നമ്മുടെ ടേബിൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒരേ ഹൈറ്റിൽ ഞാൻ ഇരിക്കണ ആ ഒരു പൊസിഷനിൽ മാക്സിമം നിങ്ങൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ എക്സസൈസിന്റെ അടുത്ത വീഡിയോയിൽ എക്സസൈസ് ഇതിൽ തന്നെ പറയാം. എക്സസൈസ് നമ്മൾ ചെയ്യുക. എക്സസൈസ് മെയിൻ താഴത്തേക്ക് മേലക്ക് സൈഡിക്ക് ഇങ്ങനെ, അതേമാതിരി സൈഡ് ഈ ഒരു എക്സസൈസ്. അത് മാത്രം പോരാ, കയ്യിന് ഇത് കൊടുക്കണം. കൈയിന്റെ എക്സസൈസ് ഞാൻ പറയുമ്പോൾ എന്താ അറിയോ, ഒരു മണിക്കൂർ ഒരു ദിവസം വർക്കൗട്ട് നിങ്ങൾ ജിമ്മിൽ പോവുക. അതിനുള്ളൊരു സമയം നിങ്ങൾ കണ്ടെത്തുക. ഇതെന്താ വെച്ചാലേ നമ്മൾ ഈ ഒരു ഇതിലെങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കും. നമ്മൾ ആ ഒരു ആരോഗ്യമുള്ള സമയത്ത് ഇതൊക്കെ ചെയ്ത് നടക്കും. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞാലാണ് ഇതിന്റെ ഒക്കെ ഓരോ സൈഡ് എഫക്ട് നമ്മളിങ്ങനെ ബാധിച്ചോണ്ടിരിക്കും. ആ ഒരു വളവ് ഇങ്ങനെ ഉണ്ടാവും, ബാക്കിലൊരു വളവ് ഓൾറെഡി അതായി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ ശരീരം ശ്രദ്ധിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.